ഒരുത്തി ഇവിടെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. എന്താ അവളെ പറ്റി ആരും ഒന്നും പറയാത്തെ? മതി ചേച്ചി, അത് കഴിഞ്ഞില്ലേ? ഇനി ദയെ കൂടി കുത്തി ഉണർത്തി പുതിയ വഴക്കിനെ തിരി കൊളുത്തണ്ട. ആരാടി ഇപ്പൊ ഈ വഴക്കിന് വന്നത്? ഞാൻ മനസാക്ഷി ഇല്ലാത്തവളാണെന്ന് ദേ നിന്റെ ഭർത്താവല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇവൻ ആര് ഈ വീട്ടിൽ വന്ന് എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ? അതിനുള്ള അർഹത ഇവനുണ്ടെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഓരോരുത്തർ ഓരോന്ന് പറയുന്നത് കേട്ട് സ്വന്തം ഭാര്യയുടെ നേരെ കേറാൻ വന്നോളൂ. ദേ ഓരോ ഭർത്താക്കന്മാര് ഭാര്യയെ കാണുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു പഠിക്കും. ഞാൻ ഭാര്യയെ താങ്ങി നടക്കുന്നൊന്നല്ല, ഇവളെന്നെ ഭരിക്കാനും വരാറില്ല. ഇപ്പൊ ഞാൻ ഇവളെ നിങ്ങളെ പോലുള്ളവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക ചെയ്യുന്നത്. എന്റെ കുഞ്ഞ്, എന്റെ മോൻ ഇവളുടെ വയറ്റിൽ വളർന്നതുകൊണ്ടാ. അയ്യോടാ, കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള ഒരു അച്ഛൻ നീ നിന്റെ രണ്ട് പെമ്മക്കളോടും കാണിച്ചതൊന്നും ദേ എന്നെ കൊണ്ട് ഇപ്പൊ വീണ്ടും എഴുന്നള്ളിപ്പിക്കണ്ട. ഇപ്പൊ ചീരുവിന്റെ വയറ്റില് ആൺകുഞ്ഞാണെന്ന് പ്രതീക്ഷിച്ചുള്ള സ്നേഹമല്ലേ? ഈ സ്നേഹം എവിടം വരെ എത്തി നിൽക്കുന്ന നമുക്ക് കാണാം. എന്റെ രഘുവേട്ടാ, നിങ്ങൾക്ക് സ്ത്രീയുടെ നാക്കൊന്ന് അടക്കി വെക്കാൻ പറ്റുമോ? നിങ്ങൾ ഇവരെയൊക്കെ എങ്ങനെ സഹിക്കുന്നു? ഞാനായിരുന്നെങ്കിൽ എന്നാ കളഞ്ഞിട്ട് പോയതെന്ന് അറിയോ? ചന്ത പെണ്ണുങ്ങൾ ഇതിനെക്കാളും ഭേദമാ. മര്യാദയ്ക്ക് സംസാരിക്കണം. ചേച്ചി അനിയത്തി തമ്മിലുള്ള വിഷയത്തില് നീ എന്തിനാ ഇടപെട്ടെ? ഇവിടുത്തെ അടുക്കള കാര്യത്തിൽ ഇടപെടാനാണോ നീ ഇവിടേക്ക് വന്ന്? ആണോന്ന്? അതെ, പെണ്ണുങ്ങൾ തമ്മിലുള്ള വിഷയത്തില് ആണുങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അത് വിനയേട്ടനായാലും ശരി, രഘുവേട്ടനായാലും ശരി. ഞാൻ ഇടപെട്ടതല്ല, ഇവൻ എന്നെ കൊണ്ട് ഇടപിടിച്ചതാ. അത് വേണ്ടെന്ന് ഇവരോട് പറഞ്ഞേക്ക്. വീണ്ടും കാലൂത്തൻ ഇടം കൊടുത്തപ്പോ കാവടി എടുത്ത് വന്നിരിക്കാവൻ. എന്താണ് അവിടെ നടക്കുന്നത്? അകത്തെ ബഹളവും വഴക്കൊക്കെ കേട്ടാൽ ഈ വീടൊരു ചന്തയാണെന്ന് തോന്നുമല്ലോ. അതമ്മാവ, അമ്മാവ മനുഷ്യന് ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ? വലിഞ്ഞേറുന്ന ആർക്കും എന്തും പറയാനാണോ? ആരാ വലിഞ്ഞേറി വന്നത്? വിനയനും ദയയും അനുവൊന്നും ഈ കുടുംബത്തിലുള്ളവരല്ലേ? നീ എന്താ അങ്ങനെ പറഞ്ഞേ? അച്ഛാ, രഘുവേട്ടൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ആവശ്യമില്ലാത്ത ഒരു സംസാരവും വഴക്കും രഘുവേട്ടൻ ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതാച്ചാ. അമ്മാവ, എനിക്ക് അമ്മാവൻ സ്വർണം പണയം വെച്ച് കാശ് തരണ്ട. തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വർണം അമ്മാവൻ 5 മക്കൾക്കും തുല്ലിട്ട് വീതിച്ചു കൊടുത്തേക്ക്. അതാ എല്ലാവർക്കും നല്ലത്. ഒന്നില്ലെങ്കിൽ സമാധാനത്തോടെ ഇവിടെ ജീവിക്കാലോ.